മതി എന്ത് ചൂടാ, ഒന്ന് നിർത്ത്. എന്തോന്ന് ചൂട്, കൊക്കെ ആറിപ്പോയില്ലേ. അയ്യോ മാരാറ്, എല്ലാം അറിഞ്ഞിട്ടുള്ള വിളിയായിരിക്കും. നീ ഏതായാലും ഫോൺ എടുക്കുക. ഹലോ, എന്താ മോനെ ദിനേശ, നമ്മളെയൊക്കെ മറന്നു? ഞാൻ വിളിക്കാനിരിക്കുവായിരുന്നു. ഞാൻ അറിഞ്ഞു അവിടുത്തെ വാർത്തകള്. പവിത്രൻ അവൻ വീണ്ടും അവന്റെ നാരേ കളികൾ കളിക്കുവാണല്ലേ. മന്ത്രി അറിഞ്ഞിട്ടില്ലാന്ന് തോന്നണം. അതന്നെ. ആരെന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാൻ പാടില്ല മേനോൻ സാറിനെ. നീ പേടിച്ചിട്ടാ, നമുക്കിത് പുഷ്പം പോലെ കോടതി തെളിയിക്കാവുന്നതേ ഉള്ളൂ. അത് വേണ്ട, അത് വേണ്ട. ഇനി ആ മനുഷ്യനെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മേനോൻ സാറിന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് ഇനി മാരാറടുത്ത കേസ് എടുക്കുന്നുള്ളൂ. അതല്ല മാരാറെ, പ്രായമായ മനുഷ്യനല്ലേ, ഇനിയിപ്പോ കേസും കോടതിയൊന്നും വേണ്ട. എന്തേ, എനിക്ക് ബുദ്ധിമുട്ടാവൂന്ന് ഓർത്തിട്ടാണല്ലേ? നീ മാരാറെ ശരിക്കും മനസ്സിലാക്കിയില്ലല്ലോ എന്ത് ചൂടാ. എങ്കിൽ കേട്ടോ, സുപ്രീം കോടതിയിലെ മാനനഷ്ടത്തിന് ഞാൻ ഓൾറെഡി കേസ് കൊടുത്തു കഴിഞ്ഞു. എങ്ങനെയുണ്ട്, ഞെട്ടിയില്ലേ? അത് പറഞ്ഞപ്പോൾ ഓർത്തെ, അച്ഛന്റെ കുറച്ച് ബ്ലഡ് വേണ്ടി വരൂട്ടാ. എന്തിന്? DNA ടെസ്റ്റിന് കൊടുക്കാൻ. അതിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോ പവിത്ര ചമ്മി നാറും. ആ ചമ്മല് കാണാൻ ഞാനും ഉണ്ടാവും നിന്റെ കൂടെ പൂവല്ലി മുറ്റത്ത്. മാരാരെ, അതല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്നും പറയണ്ട, ഞാൻ ഫ്ലൈറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞു. ആണല്ലേ, എനിക്ക് വായോ. എന്ത് ചോടാ, പിന്നെ വേറൊരു കാര്യം. ഇനി എന്താ? അല്ല, നമ്മൾ ആദ്യം മേനോൻ സാറിന് ഇറക്കിയതിന്റെ വകയിൽ കുറച്ച് ദുട്ട് പോളിഷ് ചെയ്ത് കൊടുത്തുവിടാന്ന് പറഞ്ഞിരുന്നു. അതിതുവരെ എത്തിയില്ല. ഏതായാലും കൂടെ എഴുന്നള്ളൂ. അല്ല, വരുവാന്നല്ലേ പറഞ്ഞേ. രണ്ടും കൂടെ ഒരുമിച്ച് തരാം.